സലാം പറയാതിരിക്കുമ്പോഴേക്ക് ഞങ്ങൾ ഇതാ കാഫിറാണോ എന്ന് ചോദിക്കുകയാണ്. ഇസ്ലാമിൽ സലാം പറയാതിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കക്കൂസിൽ കയറുന്ന നേരത്ത് കയറിയ ഒരാളോട് സലാം പറയാൻ പാടില്ല. അപ്പൊ കക്കൂസ് കയറുമ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോയോ? ഇല്ലല്ലോ. കക്കൂസ് കയറുക എന്നുള്ള ഒരു സംഗതി ഇസ്ലാം എന്ന്, കക്കൂസിന്റെ ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. അതെന്താ? അതിന്റെ അർത്ഥം സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലുള്ള ആളുകൾ. അതുകൊണ്ട് അവനോട് സലാം പറയാൻ പാടില്ല. അതുപോലെയാണ് പുത്തൻവാദികൾ. അവരോട് സലാം പറയാൻ പാടില്ലാത്ത ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരാണവർ. അപ്പൊ കക്കൂസിൽ നിന്നിറങ്ങിയ ആള് അയാൾ ചെയ്തിരുന്ന പ്രവർത്തനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നമ്മൾ അവരോട് സലാം പറയും എന്നതുപോലെ ഈ ബിദ്അത്തുകാരൻ സലാം പറയാൻ പാടില്ലാത്ത വിശ്വാസവുമായി നിൽക്കുമ്പോ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരോട് പലിശ സഹിതം നമ്മൾ സലാം പറയും. പക്ഷെ ബിദ്അത്തിൽ നിന്ന് പുറത്തിറങ്ങി രാജിവെച്ച് പോരണം എന്ന നിബന്ധനയുണ്ട് എന്ന് മാത്രം. അപ്പൊ സലാം പറയാതിരിക്കുമ്പോഴേക്ക് ആൾ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ധാരണ അത് തെറ്റാണ്. അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്.